ഈ വീക്കെൻഡ് സ്നോ സ്റ്റോം അലേർട്ട് ഉണ്ടായിരുന്നു. ഷോപ്സിലെല്ലാം തന്നെ ഒരു പാനിക് എഫക്റ്റ് ആയിരുന്നു. വെള്ളവും മുട്ടയും പാലും ഒക്കെ തന്നെ മിക്കതും സ്റ്റോക്ക് ഔട്ട് ആകുമായിരുന്നു. അങ്ങനെ രാത്രിയിൽ സ്നോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്നോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഒരു 10 ഇഞ്ച് വരെയോ അതിന് മുകളിലൊക്കെ എത്തുമെന്നാണ് പറഞ്ഞത്. ഉച്ചയൊക്കെ ആകാറായപ്പം ഏകദേശം നല്ലതുപോലെ വഴികളും വുഡ്സും എല്ലാം ഇങ്ങനെ മൂടിയിട്ടുണ്ടായിരുന്നു. വീട്ടില് ഹീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കേരള മീൽസൊക്കെ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഉച്ച കഴിയുന്നത് വരെ അങ്ങനെയൊക്കെ അങ്ങ് ഇരുന്നു. വൈകുന്നേരം ആയപ്പോൾ പുറത്തിറങ്ങി. ഈ സ്നോ കയ്യിലെടുക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും പഞ്ചാര മണൽ തൊടുന്ന പോലത്തെ ഒരു ഫീലാ. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ എംപ്ലോയീസ് വന്ന് വാക്ക് വേസും അതുപോലെ റോഡുകളും ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്നാലും സ്നോ ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നല്ലൊരു മണൽത്തിട്ട കാണുന്ന പോലെയായിരുന്നു. പിന്നെ കുട്ടികളിങ്ങനെ കുറേ ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാക്കി. അവർ ഈ സമയം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രാത്രിയായിട്ടും സ്നോയൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വണ്ടിയൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സ്നോയുടെ കൂനകൾ കാണാമായിരുന്നു.